ഇന്ന് ചേട്ടൻ വീട്ടിലുള്ളതുകൊണ്ട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു പൊതിച്ചോറാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നല്ല ഒരു വലിയ ഇലയെല്ലാം വെട്ടിയെടുത്തു, അത് വാട്ടി കൊണ്ട് കൊടുത്തു കേട്ടോ. ടേബിളിൽ ഭക്ഷണം എല്ലാം നിരത്തി അവിടെ വെച്ച് കൊടുത്തു, കറികളും ചോറും എല്ലാം അവിടെ എടുത്തു കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ ആക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം മുമ്പിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ഇലയിൽ ചോറൊക്കെ ആക്കി വെച്ചു. പിന്നെ അതേ പപ്പടമുണ്ട്, ചമ്മന്തി ഉണ്ട്, അതുപോലെ ഉണക്കുണ്ട്, സാമ്പാറുണ്ട്, മുട്ടയുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കറികളുള്ളൂ കേട്ടോ. അങ്ങനെ പ്രതീക്ഷിക്കാതെയല്ലേ പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ ഉള്ള കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ എല്ലാം നിരത്തി മേശയിൽ തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതേ വീഡിയോ പിടിച്ചപ്പോൾ പറഞ്ഞു വീഡിയോ ഒന്നും പിടിക്കണ്ട, എനിക്ക് അതൊന്നും കാണണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സാറില്ല, ആരും കാണൂല എന്ന് പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ചു. അപ്പോൾ അതേ പുള്ളിക്കാരൻ്റെ ലുങ്കി ഒന്നും കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഈ ലുങ്കി ഒന്നും കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ രീതിയിലെല്ലാം തന്നെ കിട്ടാൻ രീതിയിൽ പിടിച്ചു കേട്ടോ. അപ്പോൾ അതേ ചമ്മന്തിയൊക്കെ എടുത്ത് വെക്കുന്നത്, പുള്ളിക്ക് ഇങ്ങനെ പൊതിച്ചോറൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് 2 തവണ പിള്ളേർക്ക് ആക്കി കൊടുക്കുന്നത് കണ്ടിട്ടാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് ഇന്നിപ്പോൾ 2 ദിവസമായിട്ട് ലീവായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ പൊതിച്ചോറാക്കി തരാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തു. അപ്പോൾ ചെറിയ രീതിയിൽ പിന്നെ പയർ തോരനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പയർ തോരനല്ല, പയർ മെഴുക്കുവരട്ടിയാക്കി. ഞാൻ പയർ മെഴുക്കുവരട്ടി ആക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചാണ്. അപ്പോഴാണ് പറഞ്ഞത് വേഗമാക്കുക, എന്നാൽ പൊതിച്ചോറാക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ദേ എല്ലാ കറികളും ആക്കി പുള്ളി അവിടെ സെറ്റാക്കി വെച്ചു. പിന്നെ ദേ പുള്ളിക്ക് തന്നെ ഒരു ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയെല്ലാം വെക്കാനും ആക്കാനെല്ലാം. അപ്പോൾ ദേ പുള്ളി തന്നെ മുട്ടയെല്ലാം ആക്കി എടുത്തു വെച്ചു. അപ്പോൾ അങ്ങനെ പൊതിച്ചോറിൻ്റെ കൊതി മാറട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഉള്ള കറിയെല്ലാം കൂട്ടി പൊതിച്ചോറ് അങ്ങനെ ആക്കി കൊടുത്തു. പുള്ളി തന്നെ എല്ലാം വെച്ചോളാമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ പപ്പടത്തിൻ്റെ ആശാനാട്ടോ. അപ്പോൾ അതുകൊണ്ട് ദേ ഉള്ള പപ്പടം തേച്ച് കൊടുത്ത് വെച്ചു. അങ്ങനെ എനിക്ക് കെട്ടാൻ വേണ്ടി പുള്ളിക്ക് അത് വശമുണ്ടോയെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ദേ ചങ്ങായി ദേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നൂലാമാല പോലെ കെട്ടി ഒരു പ്രകാരമാക്കി. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം.